കുടുംബമെന്ന വ്യാജേന സ്ത്രീകളെയും കൂടെ താമസിപ്പിച്ച് വാടക വീട്ടിൽ MDMA വിൽപ്പന നടത്തുകയായിരുന്ന 44-കാരൻ പിടിയിലായി. കോഴിക്കോട് എഗരൂരിലാണ് സംഭവം. ബംഗളൂരു വിജയനഗർ സ്വദേശിനിയായ 24 വയസ്സുള്ള രാധാഗൗളി ശങ്കർ, ഹൈദരാബാദ് RBI കോളനി സ്വദേശിനിയായ ചാന്ദിനി ഖട്ടൂൺ ഗർബാൻ അലി, എരമംഗലം സ്വദേശി ചെട്ടിയാം വീട്ടിൽ അബൂബക്കറിന്റെ മകൻ പോലോതലയ്ക്കൽ ജയ്സൽ എന്നിവരാണ് MDMAയുമായി അറസ്റ്റിലായത്. ബാലുശ്ശേരി, പൂനൂർ, താമരശ്ശേരി ഭാഗങ്ങളിൽ MDMA വിതരണം ചെയ്യുന്ന സംഘം 2 മാസത്തോളമായി പൂനൂർ 19-ലാണ് താമസിച്ചു വന്നിരുന്നത്. ജയ്സലാണ് വൻതോതിൽ MDMA എത്തിച്ചിരുന്നത്. പൂനൂരിൽ ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിച്ച് ആവശ്യക്കാർക്ക് ചില്ലറ വിൽപ്പന നടത്തിവരികയായിരുന്നു 3-അംഗ സംഘം. പേരാമ്പ്ര DYSP ലതീഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഹരിവിരുദ്ധ സ്ക്വാഡും ജില്ലാ നാർക്കോട്ടിക് സ്ക്വാഡ് അംഗങ്ങളും ബാലുശ്ശേരി SI സുജിലേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്നാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ നിന്ന് MDMAയും MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു. പോലീസിനെ കബളിപ്പിക്കുന്നതിനായാണ് സ്ത്രീകളെ മറയാക്കി കുടുംബം എന്ന വ്യാജേന താമസിച്ചിരുന്നതും MDMA കടത്തിയിരുന്നതും. പ്രതിയുടെ പേരിൽ മഞ്ചേരിയിൽ 38 ഗ്രാം MDMA കടത്തിയതിനും വിശാഖപട്ടണത്ത് 24.5 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയതിനും കേസുകളുണ്ട്. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്.